നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കിടയിൽ എന്താണ് സംഭവിക്കുന്നത് ആൻഡ് വൈ ദിസ് സെപ്പറേഷൻ എന്നുള്ളൊരു റീഡിംഗ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു മെസ്സേജ് ആണ്. മേ ബി ഇത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതാവാം. നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് നിങ്ങൾ സ്വയം നോക്കുക. അവിടെ നിങ്ങൾക്ക് എൻ്റെ പ്രണയം കാണാൻ കഴിയും, ഫീൽ ചെയ്യാൻ കഴിയും. എൻ്റെ പ്രണയം എന്ന് പറയുന്നത് ഒരു സമുദ്രത്തോളം ആഴമുള്ളതാണ്. ഓക്കെ, വാട്ട് എവർ മേ ബി ദ സിറ്റുവേഷൻ, ഈ പേഴ്സൺ നിങ്ങളോടിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് ആയിരിക്കാം എന്നാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ വളരെ ആഴത്തിൽ ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഒരു ആഴക്കടലിനോടാണ് ഈ ഒരു സ്നേഹത്തെ ആ വ്യക്തി ഉപമിച്ചിരിക്കുന്നത്. മേ ബി ഈ വ്യക്തി ഒരുപാട് എക്സ്പ്രസീവ് അല്ലായിരിക്കാം, പക്ഷെ ആ വ്യക്തി നിങ്ങളോടുള്ള സ്നേഹം ഹൈഡ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഹൈഡ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് സൺ കാർഡാണ്. ആ വ്യക്തി നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ ഒരു ലൈഫ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്കിടയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ആ വ്യക്തിക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തിയുടെ ലൈഫിൽ ഏത് കാര്യമാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അതായത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആ വ്യക്തി ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ വ്യക്തിക്ക് ഫാമിലി സപ്പോർട്ടില്ല, അല്ലെങ്കിൽ മറ്റ് ആൾക്കാരുടെ ആരുടെയും ഒരു സപ്പോർട്ടില്ലാത്തൊരു സിറ്റുവേഷനാണ്. പല കാര്യങ്ങൾക്കും മുന്നോട്ട് ഒരു മൂവ് ഓൺ ചെയ്യണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കും. മുന്നോട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കണമെന്ന് ആ വ്യക്തി പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിലുണ്ട്. മുന്നോട്ട് പോകാത്ത വിധം ശക്തമായ രീതിയിൽ ആ വ്യക്തിയെ പല കാര്യങ്ങളും തടസ്സപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആ വ്യക്തിക്ക് ഒരുപാട് നാളായിട്ട് ഈ ഒരു സിറ്റുവേഷൻ നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് നാളായിട്ട് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തി എന്ന് കാണുന്നു. ഈ ഒരു സെപ്പറേഷനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ആ വ്യക്തിയുടെ ഫാമിലി സപ്പോർട്ട് വേണം എന്നുള്ളൊരു ഡിസിഷൻ ആ വ്യക്തി ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഫാമിലിയുടെ ഫുൾ സപ്പോർട്ടോടു കൂടി നല്ല രീതിയിൽ നിങ്ങളെ ഒരു ലൈഫ് പാർട്ട്ണർ ആക്കണം, നല്ല രീതിയിൽ എല്ലാവരും അറിയുന്ന രീതിയിൽ ഒരു മാരേജ് എല്ലാം നടത്തി മുന്നോട്ട് ലൈഫ് കൊണ്ടുപോകണം എന്ന ഒരാഗ്രഹം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ആ ഒരു കാര്യം ഫൈനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഫസ്റ്റ് കാർഡിൽ നിന്ന് തന്നെ നമുക്കിവിടെ വ്യക്തമാണ്, ഈ വ്യക്തി വളരെ ആഴത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ രീതിയിലും എല്ലാവരുടെയും സമ്മതത്തോടു കൂടി നിങ്ങളെ ലൈഫ് പാർട്ട്ണർ ആക്കാൻ ഈ വ്യക്തി അമിതമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ 11, 1 എന്നീ നമ്പറുകൾ കാണുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഏഞ്ചൽ സപ്പോർട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട്. ഈ വ്യക്തി വളരെ പോസിറ്റീവായിട്ട് ഇപ്പോൾ തിങ്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, മേ ബി ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ പലരും നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായത് ഈ ഒരു ഫാമിലി സപ്പോർട്ടിൻ്റെ പ്രോബ്ലംസ്, ഇഷ്യൂസ് കൊണ്ടായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെ നല്ല രീതിയിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും തിരികെ വരും എന്നുള്ളൊരു പോസിബിലിറ്റിയാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഇത് എല്ലാവർക്കും റെസൊനേറ്റ് ആവണമെന്നില്ല. ഇത് ഒരു നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി. അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വിട്ടേക്കുക. ഓക്കെ, യു ആർ വർത്തി ഓഫ് ലവ്. നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് വളരെ വിലപ്പെട്ടതാണ് എന്നാണ് ഇവിടെ ഒരു മെസ്സേജ് കിട്ടുന്നത്. ആ വ്യക്തി നിങ്ങളെ വളരെ ഗാഢമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ആൻഡ് അവൈക്കനിങ്, ഈ ഒരു സമയത്ത് നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ സ്പിരിച്വലി അവൈക്കൻഡ് ആവുന്നൊരു സമയം കൂടിയാണ്. നിങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു തിരിച്ചറിവുണ്ടാകുന്നൊരു സമയമാണ്. നിങ്ങൾക്ക് വേണ്ടി മെയ്ഡ് ഫോർ ഈച്ച് അതർ
എന്ന് തോന്നുന്നൊരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. ആൻഡ് ലിവ് ഇൻ ദ മൊമെൻറ്റ്. ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. നിങ്ങൾക്ക് പരസ്പരം വിശ്വാസം ഉണ്ടാവുക. അപ്പോൾ ആ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളിൽ സെപ്പറേറ്റ് ആയിരിക്കുന്നത്, ആ വ്യക്തിക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ ഉണ്ട്. നിങ്ങളെ ആ വ്യക്തിയുടെ ലൈഫ് പാർട്ട്ണർ ആക്കണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ, ആ വ്യക്തിയുടെ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ ജീവിക്കാനായിട്ട് അല്ലെങ്കിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. പ്രോപ്പർ ടൈമിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും. ഓക്കെ. നിങ്ങളെ ഒരു സ്പിരിച്വൽ പാതയിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് പലർക്കും ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായത് എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഇത് യൂണിവേഴ്സിന്റെ തന്നെ ഒരു ഡിസിഷൻ ആയിരിക്കാം. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിലും ആ വ്യക്തിയോട് നിങ്ങൾക്ക് അഗാധമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഉള്ളതായിട്ട് കാണുന്നു. പക്ഷെ ആ വ്യക്തി നിങ്ങളിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ ഹൈഡ് ചെയ്യപ്പെടുകയോ നിങ്ങളെ ചീറ്റ് ചെയ്യുകയോ ചെയ്തതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്പ് ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നതായിട്ടോ അല്ലെങ്കിൽ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടോ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൂടി ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിൾസ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോലും വീണ്ടും നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ വീണ്ടും നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യവുമുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് വീണ്ടും ഈ റിലേഷൻഷിപ്പിലേക്ക് പോകണമെന്ന് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ തോന്നുന്നുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങൾ സ്പിരിച്വൽ ജേണിയിലേക്ക് പോകണമോ, ഏതാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ കഴിയാത്തതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ഹീൽ ചെയ്താൽ മാത്രമേ, പേഴ്സണൽ ഹീലിങ്ങിലൂടെ മാത്രമേ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. എങ്കിലേ നിങ്ങളുടെ ലൈഫിലേക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ എന്നാണ് യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു മെസ്സേജ്. അതുകൊണ്ട് നിങ്ങൾ സ്വയം ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീണ്ടും വീണ്ടും ഇതുപോലെ ഉള്ള ഒരു കാർമിക് സിറ്റുവേഷനിലേക്ക് തിരികെ പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. അതുവഴി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള എന്താണ് അവസരങ്ങൾ നിങ്ങൾക്ക് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരം കാർമിക് സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാതിരിക്കുക.